തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും രോഗ ഉറവിടം കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയാകുന്നു. നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം പകർന്നു എന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധന നടത്താത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ നില മെച്ചപ്പെട്ടതോടെയാണ് ആരോഗ്യവകുപ്പ് അലംഭാവം കാട്ടുന്നത് എന്നാണ് ആരോപണം. തിരുവനന്തപുരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ ഉറവിടം പോലും കണ്ടെത്താനാകാത്ത ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. കുളത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. തുടർന്ന് സാമ്പിൾ വിദഗ്ധ പരിശോധന നടത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ ഒരു മരണം ഉൾപ്പെടെ 9 കേസുകൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 പേർ നെയ്യാറ്റിൻകര സ്വദേശികളാണ്. ഇവർക്ക് നേരിട്ട് ബന്ധമുള്ള കുളമാണ് അതിയന്നൂർ കണ്ണറവിളയിലെ കാവിൻകുളം. ഒരു ദിവസം 60ഓളം പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി കുളം ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ആശുപത്രി കിടക്കുന്നവരെല്ലാവരും ഈ കുളത്തിൽ നിന്ന് കുളിച്ചവരാണ്, എല്ലാവരും തന്നെ. അത് അവർ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. പക്ഷെ ഇതിലെ ഫലം നെഗറ്റീവായി വന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ DMA കണ്ടപ്പോൾ DMA പറഞ്ഞത് എടുത്ത സാമ്പിളിൻ്റെ വിഷയം ചിലപ്പോൾ മിസ്റ്റേക്ക് കൊണ്ടാകാം, കാരണം എല്ലായിടത്തും അമീബ വരണമെന്നില്ല. ഈ കുളത്തിൽ തന്നെ എടുത്ത സാമ്പിളിൻ്റെ എന്തെങ്കിലും വിഷയം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒന്നും കൂടെ ഇവിടെ നിന്ന് തന്നെ വന്ന് നല്ല രീതിയിൽ, അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞ അതേ രീതിയിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇത് വെള്ളം സാമ്പിൾ എടുത്ത് പരിശോധിക്കാമെന്നാണ് DMO ഞങ്ങൾക്ക് തന്നേക്കുന്ന അറിയിപ്പ്. കാവിൻകുളത്തിലെ വെള്ളം എത്തിച്ചേരുന്ന തൊട്ടടുത്തുള്ള ജല അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുന്ന പറച്ചേക്കുളത്തിലും അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. എന്നാൽ ഇതിന്റെ പരിശോധനാ ഫലവും വൈകുകയാണ്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മാത്രം ഇത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആശങ്ക നിലനിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് ഉറവിടം കണ്ടെത്തുന്നതിൽ അനാസ്ഥ തുടരുകയാണ്. അതിനിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.